ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചോളകത്തിൻ്റെ പോള വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആമ്പൽ പോലത്തേന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ചോളകത്തിൻ്റെ പോള വെച്ചിട്ടാണ് ഇന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ട് എടുത്തതാണ്. പിന്നെ അതിൽ കത്രിക എടുത്തിട്ടുണ്ട്, ഒരു കമ്പി എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഐഷാഡാണ് കേട്ടോ. പിന്നെ ഒരു യെല്ലോ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ചോളകത്തിൻ്റെ പോളയുടെ ഈ കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ കൂട്ടി പിടിച്ചിരിക്കുന്നത്. നടുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂർപ്പ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ആമ്പൽ പോലത്തെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇതുണ്ടോ, ഇതിങ്ങനെ കൂട്ടി പിടിക്കുക. ഇങ്ങനെ ഒരു ഇതിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണക്കിയാൽ ഇതിങ്ങനെ പോവില്ല. ഇനിയിപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണക്കിയാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നല്ലൊരു ഇതിൻ്റെ രൂപമായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതേപോലെ നമുക്കൊരു 5 ഇതളും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു 6 ഇതളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എടുത്തു ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. ഈ തലപ്പ് വെച്ചിട്ട് നമ്മൾ ആക്കുന്നത് എന്താ വെച്ചാൽ ഈ നടുവശത്ത് കുറച്ചൊരു വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലപ്പത്ത് കൊണ്ടുവന്നിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ നടുവശത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് വീതി കിട്ടും. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്താൽ ഉണ്ടോ, നല്ല വീതി കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂട്ടി കെട്ടിയതിന് ശേഷം വിടർത്തി കൊടുത്താലും മതി കേട്ടോ. സാധാ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നെ കനമില്ലാത്ത ത്രെഡ് മതി. ഇപ്പം ഇതേപോലെ തന്നെ ഒന്ന് എടുത്തു. നമ്മൾ തലപ്പത്താണ് കേട്ടോ കൊണ്ടുവന്നിട്ട് വയ്ക്കുന്നത്. ചുറ്റിയിട്ട് ഒന്ന് തിരിക്കുക, തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് വിടർത്തി വയ്ക്കുക. കെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് വിടർത്തി കൊടുക്കുക. ഇവിടെ കെട്ടുന്ന സമയം കെട്ടുമ്പോൾ ഇങ്ങനെ തിരിക്കരുത് കേട്ടോ. തിരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം വിടർത്തി കിട്ടില്ല നമുക്ക്. ഇതിൽ കറക്റ്റായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് ഇത് വിടർത്തി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 2-3 ഇതൾ 4 ഇതളായിട്ടുണ്ട്. നമുക്കൊരു 6 ഇതൾ വേണം. ഇതേപോലെ തന്നെ ഇനി ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. കൂട്ടി പിടിച്ച് കെട്ടാം. കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഉണക്കിയാലും മതി, കേടുകൂടാതിരിക്കും കേട്ടോ. നമുക്ക് ഒന്നും കൂടി വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഐഷാഡ് എടുത്തിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 6 ഇതൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ 6 ഇതളിലും ചെറുതായിട്ടൊന്ന് കളറ് കൊടുത്തെടുക്കുക. ഈ വയലറ്റ് കളർ കൊടുക്കേണ്ടവർക്ക് വയലറ്റ് കൊടുക്കാം കേട്ടോ. എനിക്ക് പിങ്കിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അത് കാരണം ഒരുവിധം ഫ്ലവറുകളും പിങ്കാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പം വയലറ്റ് കൊടുത്താലും ആമ്പലിൻ്റെ കളർ അതുണ്ടല്ലോ, അത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ വയലറ്റ് ഐഷാഡ് ഉണ്ട്, എന്നാലും ഞാൻ പിങ്ക് കൊടുക്കണം കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് ഈ 6 എണ്ണം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇഴുകിയ പോലുള്ള ഒരു ഐഷാഡ് ഉണ്ടല്ലോ, അത് ആക്കുകയാണെങ്കിൽ ഇതും പൂവൊന്നുമില്ല കേട്ടോ. അതൊക്കെ ആണെങ്കിൽ പിന്നെ പെയിൻറ് പോലെ തന്നെ അവിടെ ഇരുന്നോളും. ഞാൻ പിന്നെ ഐഷാഡ് ഇത് കുറച്ച് ഉണ്ട് ഇവിടെ,
ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നേ കൊടുത്ത ഫ്ലവറിലത്തെ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ കൊടുക്കാമെന്ന് വെച്ച്. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നി. അതുകൊണ്ട് അപ്പോൾ അത് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം നമ്മൾ 6 എണ്ണം ഇവിടെ പെയിൻറ് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. ഇഴുകിയതെന്ന് പറഞ്ഞത് ഒരു മെഴുക് പോലത്തെ ഐഷാഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു. അപ്പം നമ്മൾ 6 എണ്ണം ഇവിടെ പെയിൻറ് ചെയ്തെടുക്കൽ കഴിഞ്ഞു. അപ്പം ഇനി ഇതൊന്ന് ഉണ്ടാക്കാം. ഫുള്ളായിട്ട് കൊടുക്കേണ്ടവർക്ക് ഫുള്ളായിട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് പകുതി വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തു. പീസ് എടുത്തിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി കൊടുത്തിട്ട് ചെറുതാക്കി ഒന്ന് വെട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തലപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ് ഇതേപോലെ ഒരു പീസ് എടുക്കുക. ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ആദ്യം ഈ കമ്പി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റി കെട്ടുന്നുണ്ട്. വേറൊരു പീസ് എടുത്തു. അതിന് സെൻറ്റർ ഒന്ന് മടക്കി ഇതിങ്ങനെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പം ചോളകത്തിൻ്റെ സീസണാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ചോളകം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പം ഇതേപോലെ പീസുകളെല്ലാം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുമ്പ് കുറച്ച് ലൂസാക്കി ഇങ്ങനെ ചുറ്റി ലൂസാക്കി കൊടുത്ത് റോസാപ്പൂവൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇത് കുറച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെട്ടി വെച്ചത് കുറച്ചിങ്ങനെ കയറ്റിയിട്ട് വെക്കുക. കയറ്റി വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ 4 പുറം റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കെട്ടിക്കൊടുത്തു. ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇതിവിടെ എടുത്തിട്ടുണ്ട് ഈ ഫ്ലവർ. അപ്പം ഇനി ഇത് ഒരു യെല്ലോ കളർ പെയിൻറ് നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, നമുക്ക് ഇതിൻ്റെ നടുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അധികം വെള്ളം കൂട്ടുന്നില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മോൾ വശം മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി വശം നമ്മൾ ഏതിൽ വെച്ച് കെട്ടി കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ അവിടെ ഒന്നും അടിക്കുന്നില്ല. കാണുന്ന ഭാഗം മാത്രമാണ് കേട്ടോ പെയിൻറ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഇതിൻ്റെ നടുവശം ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ ഏതെല്ലാം ഇതിൽ വെച്ച് കെട്ടാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയിട്ടാണ് കേട്ടോ കെട്ടുക. ഇത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ കെട്ടുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇനി ഉണങ്ങിയിട്ടില്ല ഫുള്ളായിട്ട് അങ്ങനെ കെട്ടുകയാണെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ട് കെട്ടി കൊടുത്താൽ മതി. ഇനി ഒരു ഇതെല്ലാം എടുത്തിട്ട് ഇതേപോലെ നമുക്ക് 4 പുറം ഒരേ ഇതെല്ലാം എടുത്തിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കുറച്ചും കൂടി പൊക്കി വയ്ക്കാം. ചോളകത്തിൻ്റെ തോല് ആര് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ 6 ഇതളും ഇവിടെ വെച്ച് കൊടുത്തു.
ഇത് നമ്മൾ ടൈറ്റാക്കി കെട്ടി. ഇനി ഇത് പൊട്ടിച്ചിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് കുറച്ച് പശ തേക്കേണ്ടവർക്ക് പശ തേച്ചിട്ട് ചുറ്റാം. ഇതിൽ കുറച്ച് പശ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തണ്ട് വേണമെങ്കിൽ ഇത്തിരിയും കൂടി കനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ അടുത്ത് ഗ്രീൻ കളർ തണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അത് ഒരു ഫ്ലവറിനുള്ളതാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു ഫ്ലവറിന് വെച്ചു. ഇതിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ചുറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തണ്ടിന് കുറച്ച് ബലം കൊടുത്തിട്ട് നമുക്ക് തണ്ടത്തിൽ വണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കണം ഫ്ലവർ. ഇത് ഞാൻ ഇതേപോലെ ഒരു തണ്ട് ഇവിടെ ഇരുന്നായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തണ്ടിന് കുറച്ച് തടി കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ, ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്ലവർ ഇവിടെ ഉണ്ടാക്കൽ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമുക്ക് കേട്ടോ. ഓക്കെ, താങ്ക്